എന്താ ഇത്? പ്രശ്നം ഉണ്ടാക്കാതെ പോടാ. ഈ വരുത്തനാ ആദ്യം മുതലാളി ദേഹത്ത് കൈവച്ചത്. എന്തിനാ മോനെ ഉമ്മാരോടൊക്കെ പ്രശ്നം മോനെ? ഇവന്മാരായിരിക്കും പ്രശ്നം ഉണ്ടാക്കിയത്. എന്തിനാടാ എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇനി ഈ വീടിന്റെ പരിസരത്ത് രണ്ടെണ്ണത്തിനെയും കണ്ടാ ഞാൻ ചൂലെടുത്തിട്ടടിക്കും. വേണ്ട, ഇവന്മാരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല ദേവി. എത്ര നാണം കെട്ടാലും പഠിക്കില്ല. നിങ്ങൾ അകത്തേക്ക് കയറുക. എന്തോ കാണാൻ നിൽക്കുവടാ. ഓ അതെ മുതലാളി, ഇവനെ വെറുതെ വിടരുത്. ഇപ്പൊ തന്നെ നമ്മുടെ ആളുകളെ എല്ലാം വിളിച്ചോണ്ടെന്ന് നല്ല 8ന്റെ പണി കൊടുക്കണം. ഏയ് അതൊന്നും വേണ്ട. ആദ്യം ഇവരെന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് അറിയണം. പിന്നെന്തോണെന്ന് ആലോചിക്കാം. കേറ്. തിരുമേനി, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും പേരില് പുഷ്പാഞ്ജലി കഴിക്കണം. പേര് നക്ഷത്രവും പറഞ്ഞോളൂ. ശോഭ രോഹിണി, പ്രിയദർശൻ ഉത്രം, ദർശന ആയില്യം, പാർവതി മകം. ശരി. നിന്റെ നക്ഷത്രം പോലും അമ്മയ്ക്ക് അറിയാലോ. പ്രേംചേട്ടൻ അറിയില്ലായിരുന്നോ? ഇല്ല. അതാണ് അമ്മായി അമ്മ. അമ്പലത്തിൽ വന്നാലേ ആദ്യം പ്രാർത്ഥിക്കണം. അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം കുറയാൻ കാരണം നീയാണെന്ന് എനിക്കറിയാം. ഇതുപോലെ പൂർണ്ണ മനസ്സോടെ അമ്മയ്ക്ക് എന്നെ മരുമകളായി അംഗീകരിക്കാനും കഴിയണേ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണവും നല്ല രീതിയിൽ നടക്കണം. എല്ലാത്തിനും നീ കനിയണം. പാറു എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അവളെ വിട്ടു പോകില്ല. എങ്ങനെയെങ്കിലും അമ്മയും കൂടി സമ്മതിപ്പിക്കണേ ദേവി. അമ്മേ, പാറുവിനെ പോലെ ഒരു നല്ല പെൺകുട്ടിയെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു, തല്ലുക വരെ ചെയ്തു. ആ തെറ്റുകൾക്കെല്ലാം എന്നോട് പൊറുക്കണം. അവളെ ഞാൻ മനസ്സിലാക്കിയതുപോലെ പ്രിയനെയും അവളുടെ വീട്ടുകാരും മനസ്സിലാക്കി സ്വീകരിക്കണം. ദേവി, പാറും ചേട്ടനും പരസ്പരം എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാലോ. അവരെ ഇനിയും പരീക്ഷിക്കാതെ വേഗം ഒന്നിപ്പിക്കണേ. അവരൊരുമിച്ച് സന്തോഷത്തോടെ കഴിയാൻ കനിയണേ ദേവി. പാറു, വാ മോളെ, ചന്ദനം തൊട്ട് തരാം.
മോനെ പോലെ വിവരമുള്ളവർ അവന്മാരെ പോലുള്ള മോശക്കാരോട് പ്രശ്നമുണ്ടാക്കാൻ പാടുണ്ടോ? അങ്കിൾ, എനിക്ക് പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഞാൻ അവരോട് മിണ്ടാതെ ഒഴിഞ്ഞു മാറി പോകാനാണ് നോക്കിയത്. പക്ഷേ അപ്പോഴവൻ പാർവതിയെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ച. അത് കേട്ടിട്ട് എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും? അവനെ ഒന്നും മനുഷ്യജന്മങ്ങളായി പോലും കണക്കാക്കാൻ പറ്റില്ല. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയ. എത്ര അപമാനിച്ചാലും ഒരു എളുപ്പവും ഇല്ലാണ്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വരും. അവരെയൊക്കെ എന്ത് ചെയ്യാനാ? പക്ഷേ മോൻ ഒരിക്കലും അവരുടെ നിലയിലേക്ക് തരം താഴ്ന്നു പോകാൻ പാടില്ല. റോഡിൽ നിന്നൊരു നായ നമ്മളെ നോക്കി കുരച്ചാൽ നമ്മളും കൂടെ കുരയ്ക്കുവോ? ഇത് അതുപോലെ കണ്ടാ മതി. ഒരു നല്ല കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിട്ട് അവന്മാര് കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. അവരെ കുറിച്ച് ആലോചിച്ച് മാഡം എന്തിനാ വിഷമിക്കുന്നേ? അവരിങ്ങനെ വിഷയം ഉണ്ടാക്കുന്നത് പതിവാ. ഞങ്ങളതൊന്നും കാര്യമാക്കി എടുക്കാറില്ല. നിങ്ങൾ എത്രയും ദൂരത്തുനിന്ന് വന്നല്ലേ? പോയി കുളിച്ച ഡ്രസ്സൊക്കെ മാറിക്കോളൂ. ദേവകി, ഇവർക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്ക്. അങ്കിളെ, എനിക്ക് സാധാ വെള്ളം മതി. മാഡം, ഞാൻ പോയി നമ്മുടെ ബാഗ് എടുത്തിട്ട് വരാം. പോയിട്ടോ. വാ മാഡം. രുദ്രപ്രതാപനാണല്ലോ. ഇയാളിപ്പോ എന്തിനാ എന്നെ വിളിക്കുന്നത്? ഹലോ, എന്തൊക്കെയുണ്ട് മാഡം വിശേഷം? താൻ എന്റെ വിശേഷം അറിയാൻ വിളിച്ചതാണോ? അല്ല, കൈലാഷ് സാർ ഞങ്ങളുടെ നാട്ടിൽ വന്ന എന്തിനാണെന്ന് ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. കൈലാഷ് അങ്ങോട്ട് വന്നോ? വന്നു. അത് ഒറ്റയ്ക്കല്ല, കൂടെ ആ ഭൂമിക മേഡം ഉണ്ട്. അപ്പോ മേഡത്തിന് കൈലാഷ് ഇങ്ങോട്ട് വന്നയൊന്നും അറിയില്ല അല്ലേ? നല്ല ആളെ തന്നെയാ ഞാൻ വിവരം അറിയാൻ വേണ്ടി വിളിച്ചത്. കൈലാഷ് കമ്പനിയിൽ ഒരുപാട് തിരക്കുള്ള മനുഷ്യനല്ലേ? അതെല്ലാം മാറ്റിവെച്ചിട്ട് ഈ നാട്ടിലേക്ക് എന്തിനാ അയാൾ വന്നത്? കൈലാഷ് പോയത് പാർവതിയുടെ വീട്ടിലേക്ക് തന്നെയല്ലേ? അതെ. അപ്പോ കൈലാഷിന്റെ ഉദ്ദേശം പാർവതിയെ കുറിച്ച് അവളുടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കുക. പാറുവിനെ പറ്റി അവൻ എന്ത് സംസാരിക്കാനാ? വേറെ എന്ത് സംസാരിക്കാനാ? കൈലാഷിന് പാർവതിയെ കല്യാണം കഴിക്കണമല്ലോ. അവൻ ഇതിനു മുമ്പും പലതവണ പാർവതിയുടെ അച്ഛനോട് ഇത് പറയാൻ ശ്രമിച്ചതാ. പക്ഷേ അപ്പോഴൊന്നും അതിന് സാധിച്ചില്ല. പിന്നെ കൈലാഷ് പാർവതിയെ ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞു. പക്ഷേ പാർവതി ഇതിന് സമ്മതിച്ചില്ല.